അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ ഫാത്തിമ ബീബിക്ക് വേണ്ടി തയ്യാറാക്കിയ ഖബറിന്റെ അടുക്കലേക്ക് മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു കടന്നു വന്നുകൊണ്ട് ആ ഖബറിനോട് സംസാരിക്കുകയാ. അതദിരീ മനില്ലത്തി ജനാബിക യാ ഖബർ, ഓ ഖബറേ, ഞങ്ങളിതാ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ പോകുന്ന മയ്യത്ത് ആരുടെ മയ്യത്താണെന്നറിയോ? അത് ചില്ലറക്കാരിയുടെ മയ്യത്തല്ല, ബിന്ത് റസൂലില്ലാ. ഈ ലോകത്തെ പടയ്ക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളുടെ മയ്യത്താണ് ഖബറേ. തീർന്നില്ല പടർക്കളത്തിൽ ഒരു പടക്കുതിരയെ പോലെ പാഞ്ഞോടി ശത്രുക്കളുടെ തലകൾ അന്തരീക്ഷത്തിലൂടെ കരിയില പോലെ പാറി പറപ്പിച്ച മഹാനായ അലിയാര് തങ്ങളില്ലേ, ഓ അലിയാര് തങ്ങളുടെ പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ മയ്യത്താണ് ഖബറേ. തീർന്നില്ല ഉമ്മുൽ ഹസനി വൽ ഹുസൈൻ, ഹസനിന്റെയും ഹുസൈനിന്റെയും മാതാവാര ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മയ്യത്താണ് ഖബറേ. ഞങ്ങളിതാ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ പോകുന്നതെന്ന് മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീബിയുടെ ഖബറിനോട് സംസാരിക്കുമ്പോ ഓ ഖബറിന്റെ ഭാഗത്ത് നിന്നൊരു അശരീരി കേൾക്കുന്നു. ഫാന മൗദിഇ ഹസബി വലാ നസബി. ഇവിടെയാരും കുടുംബ മഹിമ പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട, ഇവിടെയാരും രാഷ്ട്രീയത്തിന്റെ സ്വാധീനം പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട, ഇവിടെയാരും സമ്പത്തിന്റെ ആധിക്യം പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട, ഇവിടെയാരും മസിൽ പവർ പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട. ആരെങ്കിലും അല്ലാഹനെ അനുസരിച്ചുകൊണ്ട് അല്ലാഹനെ പേടിച്ചുകൊണ്ട് അല്ലാഹ്ക്ക് വേണ്ടി ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ദുനിയാവിൽ ജീവിച്ചിട്ടാ നീ ഇങ്ങോട്ട് കടന്നു വരുന്നതെങ്കിലും നിനക്ക് ഞാനെന്ന് കരുണ ചെയ്യുന്നതാ. അതല്ല, നേരെ മറിച്ച് അല്ലാഹനെ മറന്നുകൊണ്ട്, പള്ളി മറന്നുകൊണ്ട്, നിസ്കാരം മറന്നുകൊണ്ട്, നോമ്പ് മറന്നുകൊണ്ട്, സക്കാത്ത് മറന്നുകൊണ്ട്, സ്വതഖ മറന്നുകൊണ്ട്, പാവപ്പെട്ടവരെ മറന്നുകൊണ്ട്, അഅ്മാലു സ്വാലിഹാത്തുകൾ മറന്നുകൊണ്ട്, ദുനിയാവിന്റെ തുലിക്ക് പുറത്ത് അഹങ്കാരത്തോടെ, അഹംഭാവത്തോടെ, അധർമ്മത്തോടെ ജീവിച്ചിട്ടാ നീ ഇങ്ങോട്ട് കടന്നു വരുന്നതെങ്കിൽ നിനക്ക് ഞാൻ എന്നെ ദുസ്വഭാവം കാണിച്ചു തരിക തന്നെ ചെയ്യുമെന്ന് ഫാത്തിമ ബീബിയുടെ ഖബർ പോലും വിളിച്ചു പറഞ്ഞെങ്കിൽ എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരിമാരെ, സീരിയൽ നടീനടന്മാർക്ക് വേണ്ടി കണ്ണുനീരൊലിപ്പിക്കുന്ന നമ്മുടെ മയ്യത്തെങ്ങാനമാ ഖബറിന്റെ അടുക്കലേക്ക് കൊണ്ടുചെന്നാൽ ഓ ഖബർ എന്താ വിളിച്ചു പറയുന്നതെന്ന് ഇതുവരെ നീ അറിഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സിനിമാ ലോകത്തിന്റെ പിറകെ പാഞ്ഞു പോയിക്കൊണ്ട് സിനിമാതടൻ വെക്കുന്നത് പോലെ മുടി വെക്കാൻ, സിനിമാതടൻ ധരിക്കുന്നത് പോലെ ഉടുപ്പ് ധരിക്കാൻ, പേന്റ് ധരിക്കാൻ, ചെരുപ്പ് ധരിക്കാൻ, സിനിമാതടൻ നടന്നു പോകുന്നത് പോലെ നടന്നു പോകാൻ വല്ലാത്ത ആഗ്രഹത്തോടെ ജീവിക്കുന്ന എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നാമങ്ങാനം മരണപ്പെട്ടിട്ട് നമ്മുടെ മയ്യത്ത് ഓ ഖബറിന്റെ അടുക്കലേക്ക് കൊണ്ടുചെന്നാൽ ആ ഖബർ എന്താ വിളിച്ചു പറയുന്നതെന്ന് ഇതുവരെ നീ അറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെയൊക്കെ മയ്യത്ത് ആ ഖബറിന്റെ അടുക്കൽ കൊണ്ടുവെക്കുമ്പോ ആ ഖബർ എന്താ വിളിച്ചു പറയുന്നതെന്ന് ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? കുറെ കാലം കൊണ്ട് ഞാൻ കാത്തിരിക്കാൻ എന്നെ കാണിച്ചു തരാമെന്ന് ഖബർ പറയും. അല്ലാഹു നമ്മുടെയൊക്കെ ഖബറുകളെ വിശാലമാക്കും. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെയും ഖബറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, സ്വർഗീയ ആരാമമാക്കി കൊടുക്കുമാറാകട്ടെ. അങ്ങനെയാ ജീവിക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തെ ഖബറാളികളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ട് വേണം ഇവിടെ ജീവിക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ദുനിയാവിനെ നീ വല്ലാതെ ഇഷ്ടപ്പെട്ട അല്ലാഹു ഒരുപാട് പരീക്ഷണങ്ങൾ നിനക്ക് തരും, ഒരുപാട് പരീക്ഷണം. അല്ലാഹുവിന്റെ റസൂൽ പറയുക, അന്ന സുബഹ മിൻകു വദ്ദുനിയാ അക്ബറ ഹമ്മി അൽസമഹുല്ലാഹു തആല അലാ ഖൽബിഹി അർബഅ ഖിസാൽ. ആരെങ്കിലും ദുനിയാവേ, പണമേ, ആഡംബരമേ, പ്രൗഢിയേ, സുഖമേ എന്ന ചിന്തയോട് ഈ ദുനിയാവിന്റെ തുലിക്ക് പുറത്ത് ജീവിച്ചു പോയാൽ അവനക്ക് അല്ലാഹു 4 രീതിയിലുള്ള പരീക്ഷണങ്ങൾ കൊടുക്കുന്നതാ. ആരെങ്കിലും ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു അവനക്ക് 4 രീതിയിലുള്ള പരീക്ഷണവും ഊശ്യവും കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ.
ഇത് കേട്ടതിന് ശേഷം, ഈ ദൂഷ്യങ്ങൾ കേട്ടതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഇത് ഉണ്ടെങ്കിൽ നമ്മൾ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാ നമുക്ക് അള്ളാഹു ഈ ദൂഷ്യത്തെ. ഒന്നാമതായി അള്ളാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ, നീ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ ദൂഷ്യമാ ഹമ്മല്ലാ യൻഖതിഉ മിൻഹു അബദാ. ഒരിക്കലും തീരാത്ത ദുഃഖം അള്ളാഹു നിനക്ക് തരുന്നതാ. ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടാൽ ഒരിക്കലും തീരാത്ത ദുഃഖം അള്ളാഹു നമുക്ക് തരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ. ദുഃഖം മാറിയിട്ട് ഒരു സമയം, പൈസയ്ക്ക് ഒരു കുറവുമില്ല, പക്ഷേ ദുഃഖം മാറിയിട്ട് ഒരു സമയമില്ല. ഇങ്ങനെ ഒരു ചിന്തയാണെങ്കിൽ നമ്മൾ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അള്ളാഹു നമുക്ക് ദുഃഖമൊക്കെ തരുന്നു. അള്ളാഹു നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റി തന്ന് സന്തോഷത്തിലാക്കുമാറാകും. പെട്ടെന്ന് പറഞ്ഞു തീർക്കുക. രണ്ടാമതായി അള്ളാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ, നീ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നിനക്ക് തരുന്ന രണ്ടാമത്തെ ദൂഷ്യമാ വഫഖറല്ലാ യബ്ലുഗു ഗിനാഹു അബദാ. ഒരിക്കലും തീരാത്ത ദാരിദ്ര്യം അള്ളാഹു നിനക്ക് തരുന്നതാ. ഒരിക്കലും തീരാത്ത ദാരിദ്ര്യം. ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട പൈസയ്ക്ക് ഒരു കുറവില്ല. ഒരുപാട് പേര് ബർക്കത്ത്, എന്റെ സമ്പത്തിൽ ബർക്കത്തുണ്ടെന്ന് പറയാറുണ്ട്. ഈ ബർക്കത്ത് എന്താണെന്ന് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പൈസ കിട്ടലല്ല ബർക്കത്ത്, പൈസ നീതി വരലാണ്. ഒരാൾക്ക് മാസം തോറും 1 ലക്ഷം രൂപ ശമ്പളമുണ്ട്, 1.5 ലക്ഷം രൂപയായിട്ട് ചെലവാകുമെങ്കിൽ ആ പൈസയ്ക്ക് ബർക്കത്തുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒരാൾക്ക് മാസം തോറും 5000 രൂപ ശമ്പളം കിട്ടുന്നു, 3000 രൂപ ചെലവാകുന്നു, 2000 രൂപ അവന്റെ പാക്കറ്റിനകത്തുണ്ടെങ്കിൽ ആ സമ്പത്തിന് ബർക്കത്തുണ്ടെന്ന് പറയും. ഒരുപാട് സമ്പത്ത് കിട്ടലല്ല ബർക്കത്ത്. അതുകൊണ്ട് ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമുക്ക് ഒരുപാട് ദാരിദ്ര്യം തരും. നമ്മൾ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അറിയോ, അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ ഈ ലോകത്തോട് വിട പറയാൻ സമയത്ത് ഫാത്തിമ ബീബിയുടെ തലയെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് അലിയാര് തങ്ങൾ ഫാത്തിമയോട് പറയുകയാ, അല്ലയോ ഫാത്തിമ, നമ്മുടെ വീടിന്റെ അടുപ്പ് പല ദിവസങ്ങളിലും പുകഞ്ഞിട്ടില്ല ഫാത്തിമ. 1.5 കീറ് കാരക്ക കൊണ്ട് 3 ദിവസം നോമ്പ് പിടിച്ചവരും നോമ്പ് തുറന്നു വരുമല്ലേ ഫാത്തിമ. അതുകൊണ്ട് കഷ്ടപ്പാടും ദുരിതവും ദുരന്തവും പട്ടിണിയും തന്നതിന്റെ പേരിൽ കരയല്ലേ ഫാത്തിമ, പിണങ്ങല്ലേ ഫാത്തിമ. പുന്നാര നബി തങ്ങളടുക്കൽ പരാതി പറയല്ലേ ഫാത്തിമ. ആ സമയത്ത് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ അലിയാർ തങ്ങളുടെ വാപത്തിക്കൊണ്ട് അലിയിനോട് പറയുകയാ, അങ്ങനെ പറയല്ലേ അലിയേ. ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞു പോയൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഞാനല്ലേ അലിയേ. എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരിമാരെ, കയറി കിടക്കാൻ കിടപ്പാടമില്ലാത്ത ഫാത്തിമ ബീബിക്ക് ഈ സമാധാനം എവിടെന്നാ കിട്ടിയതെന്നറിയോ? അള്ളാഹു കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിച്ചു പോയി. അതുകൊണ്ട് അള്ളാഹു ദാരിദ്ര്യം മാറ്റിക്കൊടുത്തു. നമ്മൾ അറിയണം, 1.5 കീറ് കാരക്ക കൊണ്ട് 3 ദിവസം നോമ്പ് പിടിക്കുകയും നോമ്പ് തുറക്കുകയും ചെയ്തവർ. ഇത് പ്രസംഗത്തിന്റെ മുഞ്ചു കൂട്ടാൻ പറയുന്നില്ല. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോട് സഹിച്ച ത്യാഗങ്ങളാണ്. നമ്മളാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരു ദിവസം മീൻ കിട്ടിയില്ലെങ്കിൽ കാണണം തുള്ളണ. മല്ലിമുളകും കുറഞ്ഞു പോയി, അത് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പാവപ്പെട്ടവൻ വൈകുന്നേരമായപ്പോ മറന്നുപോയി. വീട്ടിൽ വന്ന് മല്ലിമുളകും വാങ്ങിക്കാതെ വന്നാൽ എന്നെ കൊണ്ട് അങ്ങോട്ട് ഇട്ടിട്ട് സമാധാനം. കിണറ്റിന്റെ മുട്ടിൽ വരുമ്പോ ഒരു 3.5 കിലോ കാണും, റൂമിനകത്ത് വരുമ്പോ ഒരു 3.5 കിലോ കാണും. മുഖം വലിച്ചിറക്കി വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആവാൻ പാടില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കുന്ന പെണ്ണ് അവളാണ് ലോകത്തിലെ ഏറ്റവും നല്ല സ്വാലിഹത്തായ പെണ്ണെന്ന് അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കുന്ന പെണ്ണ് അവളാണ് സ്വാലിഹത്തായ പെണ്ണെന്ന് അല്ലാഹു. നമ്മുടെയൊക്കെ ഭാര്യമാരെ ആ ഗുണത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അപ്പൊ രണ്ടാമത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ഒരുപാട് ദാരിദ്ര്യം തരും. അള്ളാഹു നമ്മുടെയൊക്കെ ദാരിദ്ര്യങ്ങളെ മാറ്റി തരുമാറാകട്ടെ, സന്തോഷത്തിലാക്കുമാറാകട്ടെ. ഇനി മൂന്നാമത്തെ ദൂഷ്യം, മൂന്നാമതായി അള്ളാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ, നീ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ ദൂഷ്യമാ വശുഗലല്ല യതബറഉ മിൻഹു അബദാ. ഒരിക്കലും തീരാത്ത ജോലി അള്ളാഹു നിനക്ക് തരുന്നതാ. ഒരിക്കലും തീരാത്ത ജോലി, ജോലിയോട് ജോലി, പക്ഷേ 10 പൈസയുടെ ഗുണമില്ലെന്നേ ഉള്ളൂ. നിന്നെ ജോലിയിലിട്ട് തിരക്കിലിട്ട് പരീക്ഷിക്കുമെന്ന് അള്ളാഹു. ഇബാദത്ത് ചെയ്യാൻ പോലും സമയം കിട്ടാത്ത നിലയിൽ നിന്നെ പരീക്ഷിക്കുമെന്ന് അള്ളാഹു. ഇനി നാലാമതായി അള്ളാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ, നീ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നിനക്ക് തരുന്ന നാലാമത്തെ ദൂഷ്യമാ വഅമലല്ല യബ്ലുഗു മുൻതഹാഹു അബദാ. ഒരിക്കലും തീരാത്ത ആഗ്രഹം അള്ളാഹു നിനക്ക് ഇട്ടു തരുന്നതാ. ഒരിക്കലും തീരാത്ത ആഗ്രഹം. 10 രൂപ കിട്ടുമ്പോ 100 കിട്ടണമെന്ന് ആഗ്രഹം, 100 കിട്ടുമ്പോ 1000, 1000 കിട്ടുമ്പോ 10000 കിട്ടുമ്പോ ലക്ഷങ്ങൾ, ലക്ഷങ്ങൾ കിട്ടുമ്പോ കോടികൾ. ഇങ്ങനെ ആഗ്രഹമിട്ട് നിന്നെ പരീക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു തരുന്നു. അപ്പൊ ദുനിയാവിനെ നമ്മൾ വെടിയണം. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ള നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട പണി എന്താ? ആദ്യമായിട്ട് ചെയ്യേണ്ട പണി എന്താ? പറഞ്ഞോയോ? സ്വർഗത്തിൽ പോ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട പണി എന്താ? ദുനിയാവിനെ വെടിയണം. കാണുന്നതെന്നാ